ഇന്ന് കോഴിക്കോട് പുതുപ്പാടിയിൽ ആംബുലൻസും ട്രാവലറും കൂട്ടിയിടിച്ചു. ദേശീയപാതയിൽ പുതുപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഈ അപകടം നടന്നത്. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നുണ്ട്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ മറ്റൊരു വാർത്ത പാലക്കാട് നിന്ന്. യാക്കര പുഴപ്പാലത്തിന് സമീപം മീനുകൾ ചത്തുപൊങ്ങുന്നു. ഇന്നലെ രാത്രി മുതലാണ് മീനുകൾ കൂട്ടത്തോടെ ചാകാൻ തുടങ്ങിയത്. കറുത്ത നിറമാണ് ഇപ്പോൾ പുഴയിലെ വെള്ളത്തിന്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ. ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് ആളുകൾ വിളിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു ഈ യാക്കര പുഴയിൽ മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഈ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് മീനുകളെ ഉണ്ടാവും എന്നാണ് കരുതിയത്. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരുപാടധികം മീനുകൾ. ഇവിടെ മത്സ്യബന്ധനമൊക്കെ നടക്കുന്നതാണ്. ആളുകൾ ചുണ്ടയിട്ടും അതുപോലെ തന്നെ ഈ തോണിയിലുമൊക്കെ വന്ന് മീൻ പിടിക്കുന്നതാണ് അവരുടെ ഒരു ഉപജീവനം തന്നെ. പാലക്കാട് സ്വാഭാവികമായിട്ടും മീൻ വിൽപ്പന തന്നെ ഈ പുഴമീനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. വലിയ മീനുകളടക്കം ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യമാണ്. അത് വ്യാപകമായി ചത്തുപൊങ്ങുന്നു എന്ന് മാത്രമല്ല, ഈ പുഴ ഇപ്പോൾ പുഴവെള്ളം ഒരു കറുത്ത നിറത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വലിയ ആശങ്കയിലാണ് ഇതോടുകൂടി പ്രദേശവാസികൾ. നമുക്ക് ഇപ്പോൾ ഈ പാലത്തിൽ തന്നെ കാണാൻ കഴിയും ഒരുപാടധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഈ സംഭവം, എന്താണ് ഈ പ്രതിഭാസം എന്നറിയാതെ ഇവിടെയുള്ള ആളുകളൊക്കെ ഈ പാലത്തിൻ്റെ മേലേക്ക് തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പാലത്തിൽ ഇങ്ങനെ വാഹനങ്ങളൊക്കെ നിർത്തുന്നതുകൊണ്ട് തന്നെ വാഹന ഗതാഗതത്തെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്കൊക്കെ വലിയ അത്ഭുതമാണ്. സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇവിടുത്തെ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. മെമ്പറെ, ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധപ്പെടുന്നത്? ഇത് നമ്മൾക്കിവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായപ്പോൾ നമ്മൾ പഞ്ചായത്ത് അധികൃതരും എല്ലാവരും ചേർന്ന് ഈ വെള്ളം നമുക്ക് ആളിയാറുന്ന് നമ്മൾ കൊണ്ടുവന്നത് 3 പഞ്ചായത്തുകൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇവിടെ ഏകദേശം ഇത്രയും വാർഡുകളെല്ലാം ഈ കുടിവെള്ളത്തിന് ആശ്രയിച്ചിട്ടാണ് നമ്മൾ കഴിയുന്നത്. ഇപ്പം തന്നെ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് മുതൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടി. ഒരാഴ്ചയായിട്ടുള്ള ഈ വെള്ളം ഇവിടെ ഉച്ച മുതലാണോ ഈ മീന് ചത്തു പൊങ്ങാൻ തുടങ്ങിയത്? ഈ ഏകദേശം ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കും കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. പക്ഷേ ഒരുപാട് അധികം മീനുകൾ ചത്തുപൊങ്ങുന്നു. ഒരുപാട് അധികം മീനുകൾ ചത്തുപൊങ്ങേണ്ടത്. അതുമാത്രമല്ല, ഞാൻ ഇതിൻ്റെ വീഡിയോ ഇന്നലെ തന്നെ ഞാൻ വേണ്ടപ്പെട്ട അധികാരികൾക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികൾ കൈക്കൊള്ളണം. ഈ ചത്തുകിടക്കുന്ന മീനുകളെ നമ്മൾ ഇവിടെ നിന്ന് കൈയോടെ ആദ്യം വാരിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒരുപാട് മലിനമാകാനുള്ളതാണ് ചാൻസ്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. ഇതിപ്പം തമിഴ്നാട് തരുന്ന വെള്ളമാണോ? തമിഴ്നാട് തന്നതാണ്. നമുക്ക് സാധാരണ എല്ലാ വർഷവും തരുന്ന വെള്ളത്തിൽ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നാണ്. ഇത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിച്ചോ? അവരാരെങ്കിലും വന്ന് പരിശോധനകൾ? നമ്മുടെ കുടിവെള്ളത്തിൻ്റെ നമ്മുടെ എയിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. മറ്റേ വാട്ടർ അതോറിറ്റി എയിനെ അറിയിച്ചിട്ടുണ്ട്. അവരിന്നലെ അപ്പോൾ എന്നെ കൊണ്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവർ ഇന്ന് തന്നെ രാവിലെ നമ്മൾ ഈ വെള്ളം ടെസ്റ്റിങ്ങിന് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാനും പറ്റില്ല. ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം നമുക്ക് കുടിവെള്ള ക്ഷാമം ഇനിയിപ്പോൾ ഈ 3 മാസം വല്ലാതെ രൂക്ഷമായി. നമുക്കിപ്പോൾ കുടിവെള്ളം ഇത് ഈ പുഴയിലെ വെള്ളം കാണാൻ കഴിയും. കറുത്ത നിറത്തിലാണ്. സാധാരണ ഇത് ഇങ്ങനെ ആയിരുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കറുത്ത നിറത്തിലാണ് ഇപ്പോൾ വെള്ളം കാണാൻ കഴിയുന്നത്. വലിയ മീനുകളൊക്കെ ചത്തു പൊങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇരുകരകളിലുമുള്ള ആളുകൾക്ക് ആശങ്കയായിരിക്കും. കാരണം അവർ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വെള്ളമാണ്. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമം വളരെയധികം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു ആശങ്കയൊക്കെ ഉണ്ടാവും. എന്തായാലും അടിയന്തരമായി ഇത് വാട്ടർ ടെസ്റ്റിങ്ങിനടക്കം വിധേയമാക്കിയാൽ എന്താണ് ഈ പ്രതിഭാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ നിമിഷവും കൂടുതൽ ഇങ്ങനെ മീനുകൾ ചത്തു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പരിശോധനകളൊക്കെ നടത്തിയാൽ അത് മനസ്സിലാകും. എന്തായാലും ആളുകൾ വലിയ ആശങ്കയിലായിട്ട് ഈ പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും കൂടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.